യുഎഇയിൽ കാണാതായ ഇസ്രായേൽ പൗരൻ കൊല്ലപ്പെട്ടിരുന്നു. കൊല്ലപ്പെട്ട വിവരം സ്ഥിരീകരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസും രംഗത്ത് വന്നിരുന്നു. യുഎഇയിലെ ജൂതസഞ്ചാരികളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഛബാദ് എന്ന സംഘടനയുടെ പുരോഹിതനും പ്രവർത്തകനുമായ സ്വീവ് കോഗനെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ദുബായിൽ നിന്നും കാണാതായത്. യുഎഇയിലെ അലൈനിലാണ് മൃതദേഹം കണ്ടെത്തിയതും. ഈ ഭീകരപ്രവർത്തിക്ക് ഉത്തരവാദികളായവരെ കണ്ടെത്തി കടുത്ത ശിക്ഷ നൽകുമെന്നും ഇസ്രായേൽ ഭരണകൂടം അറിയിച്ചു. ഇസ്രായേൽ ദേശീയ സുരക്ഷാ കൗൺസിൽ നേരത്തെ തന്നെ ഇസ്രായേലി പൗരന്മാർക്ക് യുഎഇയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേലുകളുമായോ ജൂതന്മാരുമായോ ബന്ധപ്പെട്ട ബിസിനസ്സുകളും വേദികളും ഒഴിവാക്കണമെന്നും ജൂതചിഹ്നങ്ങൾ പരസ്യമായി പ്രദർശിപ്പിക്കരുതെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ യാത്രാവിവരങ്ങൾ പങ്കിടരുതെന്നും പൊതു ഇടങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും NSC ഇസ്രായേലുകളോട് അഭ്യർത്ഥിച്ചിരുന്നു. ഛബാദ് സംഘടനയുടെ പ്രവർത്തകനായിരുന്നു സീവ് കോഗൻ. 28-കാരനായ കോഗൻ പുരോഹിത പ്രവർത്തനങ്ങൾക്ക് പുറമെ ജൂതഭക്ഷണവും മറ്റ് സാമഗ്രികളും വിൽക്കുന്ന സ്ഥാപനവും നടത്തിയിരുന്നു. അമേരിക്കൻ പൗരയായ ഭാര്യയും കോഗനൊപ്പം യുഎഇയിൽ ഉണ്ടായിരുന്നു. ഈ നീചമായ യുദ്ധവിരുദ്ധ ആക്രമണം ജൂതജനതയുടെ ശത്രുക്കളുടെ മനുഷ്യത്വമില്ലായ്മയുടെ ഓർമ്മപ്പെടുത്തലാണെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് ട്വീറ്റ് ചെയ്തു. ഇറാന് വേണ്ടി പ്രവർത്തിക്കുന്ന ഉസ്ബെക് പൗരന്മാരാണ് കൊലയാളികളെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സംഭവത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്തതായി എമിറാത്തി ഇന്റീരിയർ മിനിസ്ട്രി അറിയിച്ചു. എന്നാൽ അറസ്റ്റിലായവരെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കേസിൽ അന്വേഷണം തുടരുമെന്നും ഇന്റീരിയർ മിനിസ്ട്രി അറിയിച്ചു. അന്വേഷണത്തിൽ ഇസ്രായേൽ ഏജൻസികളും പങ്കാളികളാണെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഒമാനുമായി അതിർത്തി പങ്കിടുന്ന എമിറാത്തി നഗരമായ അലൈനിലാണ് കോഗന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇവിടെ വെച്ചാണോ കൊലപ്പെടുത്തിയത് അതോ മറ്റെവിടെ വെച്ചെങ്കിലും കൊലപ്പെടുത്തിയ ശേഷം ശരീരം ഇവിടെ ഉപേക്ഷിച്ചതാണോ എന്ന് വ്യക്തമല്ലെന്നും ഇസ്രായേലിലെ മുൻ രാഷ്ട്രീയ പ്രവർത്തകനായ അയൂബ് കാര റോയിട്ടേഴ്സിനോട് പറഞ്ഞു. ഇസ്രായേലും അറബ് രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്ന ഇസ്രായേലിലെ വലതുപക്ഷ പാർട്ടിയായ ലിക്കുഡ് പാർട്ടി അംഗമാണ് കാര. കൊലപാതകത്തിൽ ഇറാന്റെ പങ്കുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നതായി കാര പറഞ്ഞു. എന്നാൽ ഇക്കാര്യം UAE ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഹമാസിന്റെ ഒക്ടോബർ 7 കൂട്ടക്കൊലകൾക്ക് ശേഷം ലോകമെമ്പാടുമുള്ള ജൂതന്മാർക്കെതിരെ ആക്രമണങ്ങൾ വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിലേക്കുൾപ്പെടെ ഇസ്രായേൽ യാത്രാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.